പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ ബലവും കർത്താവിൻ്റെ ശക്തിയുമാണ് ഓരോ ദിവസവും നമ്മെ വഴി നടത്തുന്നത്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, നമുക്ക് കൂടുതൽ സമയമല്ല വേണ്ടത്, കൂടുതൽ ഫോക്കസാണ് വേണ്ടത്. നമ്മൾ പറയും സമയമില്ലെന്ന്. വാസ്തവത്തിൽ സമയമല്ല വേണ്ടത്, നാം ചെയ്യുന്ന കാര്യം കൂടുതൽ ശ്രദ്ധയോടെ ചെയ്താൽ കുറച്ച് സമയം മതി. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ചീറ്റ എന്ന മൃഗം ഇന്ന് ഭൂമിയിലുള്ള ഏറ്റവും വേഗതയുള്ള ജീവിയായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്നു. എന്നാൽ ശാസ്ത്രം പറയുന്നത് ചീറ്റ വളരെ വേഗതയുള്ള ജീവിയൊന്നുമല്ല. ചീറ്റയേക്കാൾ വേഗതയുള്ള ജീവികളുണ്ട്. എന്നാൽ അവർ വേഗത്തിൽ പോകാത്തതിന് കാരണം അവർക്ക് ഫോക്കസ് ഇല്ല. ചീറ്റ ഒരു മൃഗത്തെ കണ്ടാൽ, ഒരു മാനിനെ ആയിരക്കണക്കിന് മാൻകൂട്ടങ്ങളിൽ ഒരു മാനിനെ ഫോക്കസ് ചെയ്താൽ തൻ്റെ അരികിലൂടെ വേറെ എത്ര മാനുകൾ പോയാലും അതിനെ പിടിക്കില്ല. എന്തിനെ ഫോക്കസ് ചെയ്തോ അതിനെ പിടിക്കും വരെ ചീറ്റ വിടില്ല. അപ്പോൾ മാനുകൾ വളരെ വേഗതയുള്ള ജീവികളാണ്. അപ്പോൾ ഏത് മാനിനെ ലക്ഷ്യമിട്ടോ ആ മാനിനെ കിട്ടും വരെ ആ മാനിൻ്റെ വേഗതയെ അതിജീവിക്കുന്നൊരു വേഗത എടുക്കും വരെ താൻ അതിൽ നിന്ന് പിന്മാറില്ല. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് കാഴ്ചയല്ല. കാഴ്ച അതിനകത്തുണ്ട്, എന്നാൽ ലക്ഷ്യമാണ് അതിനെ സ്വന്തമാക്കുക. അത് നടക്കും വരെ യാത്ര തുടർന്നിരിക്കും. ഇതാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് കൂടുതൽ സമയമല്ല വേണ്ടത്, കൂടുതൽ ഫോക്കസാണ്. അപ്പോൾ വേഗത്തിൽ, ചീറ്റയുടെ ലൈഫിൽ വേഗത്തിൽ അതിൻ്റെ ഇരയെ സ്വന്തമാക്കാൻ കഴിയുന്നു. മറ്റുള്ള ജീവികൾ അങ്ങനെയല്ല, അല്പം ഓടിച്ചിടും, മടുക്കും, അത് കഴിയുമ്പോൾ വെറുതെ ഇരിക്കും. ഈ ചൈനയിലാണെന്ന് തോന്നുന്നത് പാണ്ടായ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. അവിടുത്തെ ഒരു പ്രധാന മൃഗമാണ്. അതിന് വംശനാശം നേരിടുകയാണ്. വാസ്തവത്തിൽ അത് മാംസബുക്കാണ്. എന്നാൽ അത് തിന്നുന്നത് ഇല്ലിമുളയുടെ ഒരു കിഴങ്ങാണ്, അല്ലെങ്കിൽ അതിൻ്റെ അരിയാണ്. അതവിടെ ധാരാളം കിട്ടും. മഹാമടിയന്മാരാണ് ഇവർ. ഇവർക്ക് മാംസബുക്കായ ഇവർ ഈ സസ്യങ്ങൾ തിന്നാണ് ജീവിക്കുന്നത്. കാരണം ഇവർക്ക് വേട്ടയാടാൻ മടിയാണ്. അതുകൊണ്ട് ഇവർക്ക് വംശനാശം നേരിടുകയാണ്. 1500ഓളം ഈ പാണ്ടകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2800ഓളം ആയെന്ന് കേൾക്കുന്നു. കാരണം ചൈനക്കാരതിനെ സംരക്ഷിക്കാൻ തുടങ്ങി. പാവപ്പെട്ടങ്ങളായി ഇവർക്ക് നല്ല പല്ലും നല്ല നഖങ്ങളും ആരോഗ്യമൊക്കെ ഉണ്ട്. എന്നാൽ ഇവരിപ്പോൾ മടിയന്മാരായി മാറി. ഫോക്കസ് ഇല്ലാത്തവരാണ്. എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നോ ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാതെ അവർ മറ്റു പലതിലേക്കും തിരിഞ്ഞു. ഇതും മടിയന്മാരായ മനുഷ്യരുടെ ചരിത്രമാണ്. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹം മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലക്ഷ്യമിട്ടാൽ ആ ലക്ഷ്യം നമ്മുടെ കയ്യിൽ വരും വരെ നമ്മുടെ ദൃഷ്ടി അതിൽ നിന്ന് മാറരുത്. കഴുകൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ദൃഷ്ടി ഒരിക്കലും അതിനെ വിട്ട് മാറരുത്. ലക്ഷ്യബോധമുള്ളവരായി വിജയിക്കുവാൻ വേണ്ടി തന്നെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ശക്തി തരട്ടെ. ഇന്ന് നമുക്ക് റോമാലേഖനത്തിലേക്ക് വരാം. 7-ാം അധ്യായം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. 24, 25 2 വാക്യങ്ങൾ കൂടിയുണ്ട്. 24-ാം വാക്യം: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നന്മ ചെയ്യാൻ ഈ ശരീരത്തിൽ കഴിയുന്നില്ല. ഞാൻ നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചാലും ഇഷ്ടമില്ലാത്ത തിന്മ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നു. ഇന്നെങ്കിലും ഒരു നല്ല വാക്ക് എല്ലാവരോടും പറയണമെന്ന് കരുതിയ തുടങ്ങിയത്. എന്നാൽ പെട്ടെന്ന് എൻ്റെ കൺട്രോൾ പോയി, ഞാൻ ദേഷ്യപ്പെട്ടു. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? ഇന്നെങ്കിലും ഒരു നല്ല സന്തോഷത്തോടെ വീട്ടിൽ പെരുമാറണമെന്നൊക്കെ ഉണ്ടായി. എന്നാൽ രാവിലെ ഉണ്ടായിരുന്ന ഒരു സംസാരം പെട്ടെന്ന് അതൊരു വഴക്കായി മാറി. ചെറിയ കാര്യങ്ങളാണ്. എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് വഴക്കിടണമെന്നോ
ഉച്ചക്ക് വഴക്കിടണമെന്നോ രാത്രി വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കണമെന്നൊന്നും ആരെഴുതി വെച്ചതോ പ്രാർത്ഥിച്ചതോ അല്ല. അത് സംഭവിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉള്ളത് കർത്താവേ സമാധാനം, ഐക്യത, സന്തോഷം. അപ്പോൾ ദൈവം നമുക്ക് തന്ന നമ്മുടെ വീടിനെ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ആനന്ദമാക്കി മാറ്റണം. ഇച്ഛിക്കാത്ത തിന്മ ഒരു വീട്ടിൽ വസിക്കുന്ന എല്ലാവരിലുമുണ്ട്. ആ തിന്മ പുറത്തു വന്നാൽ ആ വീട് വളരെ കലഹത്തും കൊണ്ട് നിറയാൻ കാരണമാകും. അഗ്നിപർവ്വതം ഈ ഭൂമിയുടെ അടിയിൽ ഒരു 360 കിലോമീറ്റർ താഴോട്ട് പോയാൽ അഗ്നിപർവ്വതമാണ്, അല്ലെങ്കിൽ ലാവ തിളച്ചു മറിയുകയാണ്. എന്നാൽ ചില പുറന്തോടുകളിൽ ജപ്പാനിലെ ഫ്യൂജിയാമ പോലെയുള്ള പല മേഖലകളിലും 360 കിലോമീറ്റർ ആഴമല്ല ഇല്ല, വെറും 50, 60, 30 ഒക്കെ കിലോമീറ്റർ ആഴത്തിൽ ചെന്നാൽ അവിടെ അഗ്നിപർവ്വതം പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തിളച്ചു മറിയുന്ന ഈ ലാവ ഇടക്ക് പുറന്തോടിന് കട്ടി കുറഞ്ഞ ഭാഗത്തിലൂടെ തള്ളി പുറത്തു വരുന്നു. അതാണ് സംഭവിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുന്ന ദിവസം നമ്മുടെ പുറന്തോടിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് നമ്മളൊരു ഒരു കവചം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഒന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരില്ല. ജഡത്തിൻ്റെ പ്രവർത്തികൾ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എല്ലാ ശരീരത്തിലും കിടപ്പുണ്ട്. ഗലാത്യ ലേഖനത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഗലാത്യ ലേഖനം. ഗലാത്യ ലേഖനം 5 അവിടെ 16 മുതൽ വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡത്തിൻ്റെ മോഹം നമ്മുടെ ശരീരത്തിൽ കിടപ്പുണ്ട്. ജഡാഭിലാഷം ആത്മാവിന്, ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമാണ്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആത്മീകമായ ആഗ്രഹങ്ങളും ജഡീകമായ ആഗ്രഹങ്ങളും ഇത് തമ്മിൽ ശത്രുക്കളാണ്. എന്നാൽ ആത്മാവിൽ നമ്മൾ ബലപ്പെടുമ്പോൾ ജഡീകമായ അഭിലാഷങ്ങളെ നമ്മൾ തോൽപ്പിക്കും. എന്നാൽ ആത്മാവിൽ നമ്മൾ ബലഹീനരാകുമ്പോൾ ജഡീക അഭിലാഷങ്ങൾ കൂടുതൽ പുറത്തു വരും. എന്നിട്ട് 19-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവർത്തികൾ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും ഉണ്ട്. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് പ്രവർത്തികളാകുമെന്ന്. ജഡത്തിൻ്റെ താല്പര്യം ഒരിക്കലും പ്രവർത്തികളാകാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മളുടെ ശരീരത്തിൽ ഈ ജഡമുണ്ട്. ലോകം, ജഡം, പിശാച്, ഇത് മൂന്നും നമുക്കെതിരാണ്. അപ്പോൾ ലോകം വെളിയിലാണ്, പിശാച് നമുക്ക് വെളിയിലാണ്, എന്നാൽ ജഡം നമ്മിലാണ്. വളരെയധികം സൂക്ഷിക്കണം. അപ്പോൾ ജഡമാണ് ലോകവുമായിട്ടും പിശാചുമായിട്ട് കണക്റ്റ് ആകുന്ന ഒന്ന്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തിക്കാണ് മുൻതൂക്കം. നമ്മുടെ ശരീരം വിലയേറിയതായി നാം ദൈവത്തിന് അർപ്പിക്കുകയാണ്. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞിട്ട് 19-ാം വാക്യത്തിൽ ദുർനടപ്പ്, ചീത്ത നടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും പറയുന്നു. ഇത് ചെയ്യുന്നവൻ ഈ ചിന്തയുള്ളവനെന്നല്ല. ഈ ചിന്ത ആർക്കും വരും, എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ചതിനെ അമർ ചെയ്യും. പ്രവർത്തിക്കരുത്. ജഡത്തിൻ്റെ പ്രവർത്തികളെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ പുറത്തു വരരുത്. വാഗൊണ്ട് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയാണ്. വാഗൊണ്ട് വന്നാലും പ്രവൃത്തിയായി. അത് വീട്ടിൽ വലിയ വഴക്കിന് കാരണമാണ്. മോശമായത് സംസാരിച്ചാൽ, മോശമായത് ചിന്തിച്ചാൽ എല്ലാം. യേശു പറഞ്ഞു, ഒരുവൻ മോഹിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്തു പോയി. ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ തന്നെ അത് സംഭവിച്ചു. അപ്പോൾ നമ്മൾ എന്തോരം കൺട്രോൾ ചെയ്യണം. ഒരു വ്യക്തിയുടെ പാപം ആരംഭിക്കുന്ന ആ വ്യക്തിയുടെ ചിന്തയിലാണ്, പിന്നെ വാക്കിൽ, പിന്നെ പ്രവൃത്തിയിൽ. ഇത് മൊട്ടിട്ട് വിടർന്ന് കായായിത്തീരുന്നു.
ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ. ഇല്ല, സമ്മതിച്ചു കൊടുക്കരുത്. എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഭവം മുട്ടിടാൻ ഞാൻ അനുവദിക്കില്ല. ചീത്ത ജീവിത ശൈലി എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കില്ല. ഇത് നമ്മിലെടുക്കുന്ന നല്ല തീരുമാനമാണ്. അതുകൊണ്ട് നമുക്കിതിനെ തോൽപ്പിക്കാൻ കഴിയും. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്കത് കഴിയും എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ വായിച്ചത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എങ്ങനെ ഈ ശരീരത്തെ ഒതുക്കി നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും? എന്നെ ആര് വിടുവിക്കും? എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് 25-ാം വാക്യം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് ഈ വിഷയത്തിന് പരിഹാരമുള്ളത്. പണം കൊണ്ട് പാപത്തെ പരിഹരിക്കാൻ കഴിയില്ല. പണം കൊണ്ട് എത്ര കോടി രൂപയുണ്ടെങ്കിലും ചീത്ത സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിനക്ക് പാപ സ്വഭാവത്തെ ജയിക്കാൻ കഴിയൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണം എന്നിലുണ്ട്, യേശു എന്നിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പാപത്തിൻ്റെ പ്രമാണത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. ഇന്ന് നിങ്ങളിലുള്ള പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ, കർത്താവേ എൻ്റെ ഹൃദയത്തിൽ വന്ന് എന്നെ വിശുദ്ധനാക്കി അങ്ങയുടെ സ്വഭാവമുള്ളവനാക്കി നല്ലൊരു ദൈവപൈതലാക്കി തീർക്കണേ എന്ന് ആരപേക്ഷിക്കും ആ വ്യക്തി പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിക്ക് വഴി വേണ്ട, അവൻ വഴി ഉണ്ടാക്കും. പുതിയ സൃഷ്ടിക്ക് പഴയ സൃഷ്ടിയെ തോൽപ്പിക്കാൻ കഴിയും. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്കുണ്ടായ അനുഗ്രഹം, നാം ക്രിസ്തുവിലായപ്പോൾ നാം പുതിയ സൃഷ്ടിയായി. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത പഴയതിനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ കഴിയും. പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത അതാണ്. നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ JCB ധാരാളമുണ്ട്. നേരത്തെ നമ്മുടെ പിക്കാസും മൺവെട്ടിയും കോടാലിയും ഉപയോഗിച്ച് നമ്മുടെ പ്രകൃതിയിലെ പലതിനെയും നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അതായത് ഒരു സ്ഥലത്ത് ഒരു കുഴിയെടുക്കണമെങ്കിൽ തന്നെ എത്ര നേരം വേണം ഒരു സ്ഥലം നികത്താൻ തന്നെ. എന്നാൽ ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുന്ന JCB വന്നപ്പോൾ പഴയതിനെ നിസ്സാരമായിട്ട് അതിനെ കീഴ്പ്പെടുത്തും. ഇപ്പോൾ റോഡ് പണിയൊക്കെ എന്തൊരു എളുപ്പമാണ്. ജർമ്മൻ ടെക്നോളജി ഒക്കെ ഉള്ള മെഷീനുകളൊക്കെ ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു റോഡ് ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു റോഡായിത്തീരുന്നതൊക്കെ നിസ്സാരമാണ്. പണ്ടങ്ങനെയാണോ? എത്ര നാളെടുക്കും? ഒരു 6 മാസമെങ്കിലും എടുക്കും ഒരു റോഡ് വരാൻ. അതിനെന്തെല്ലാം പരിപാടിയാണ്. ഇതിപ്പോൾ ഒരൊറ്റ ദിവസം മതി. അതിനെ ആദ്യം പുഴിയടിക്കുന്നു, അതിൻ്റെ മുകളിൽ മിറ്റിലടിക്കുന്നു, അതിൻ്റെ മുകളിൽ പുഴിയും പിന്നെ ഒരു മിനുസമുള്ളൊരു മിറ്റിലടിക്കുന്നു. ഉടനെ വലിയ മെഷീനുകൾ വരുന്നു, ടാറിങ് നടക്കുന്നു, ഉടനെ റോളർ വരുന്നു, അപ്പോൾ ഈ ലെവലാക്കുന്നൊരു മെഷീൻ വരുന്നു. ഒരു 4-5 പേര് വന്നു കഴിയുമ്പോൾ കാര്യങ്ങളെല്ലാം റെഡിയാകുകയാണ്. എത്ര ഭയങ്കരമാണ്! സംവിധാനങ്ങൾ മാറിയല്ലേ. പുതിയത് വന്നപ്പോൾ പഴയതിനെ അങ്ങോട്ട് നിസ്സാരമായിട്ട് ഒതുക്കിക്കളഞ്ഞു. അതാണ് പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത. പുതിയ ടെക്നോളജിക്ക് അതിന് ശക്തിയുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നാം പുതിയ സൃഷ്ടിയായി മാറി, ശക്തിയുള്ളതായി മാറി, ലോകത്തെ ജയിക്കാൻ പ്രാപ്തിയുള്ളതായി മാറി. കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ കഴിയും. കള്ളു കുടിക്കണോ വേണ്ടേ എന്നുള്ളത് അഡിക്ഷനല്ല തീരുമാനിക്കുന്നത്, ഞാനാണ് തീരുമാനിക്കുന്നത്. പുക വലിക്കണോ വേണ്ടയോ അത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഇല്ല, ഞാൻ വലിക്കില്ല, അതെൻ്റെ ശരീരത്തിന് നല്ലതല്ല. ചായ കുടിക്കണോ വേണ്ടയോ ഞാനാ തീരുമാനിക്കുന്നത്. ചായയിൽ പഞ്ചസാര ഇടണമോ വേണ്ടയോ ഞാനാ തീരുമാനിക്കുന്നത്. ചോറ് കുറച്ച് മതിയോ, അല്ല ചോറിനെ കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കണോ ചോറെന്ന് വിളിക്കണോ? ചോറെന്ന് വിളിച്ചാൽ കുറേ തിന്നാൻ പറ്റും. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചേ തിന്നാൻ പറ്റും. പഞ്ചസാരയെ മധുരമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ വെളുത്ത വിഷമെന്ന് വിളിക്കാം. ഏത് വിളിക്കുമ്പോഴാണ്
നമുക്കതിനെ ഉപേക്ഷിക്കാൻ പറ്റുന്നത് വെളുത്ത വിഷം, വൈറ്റ് പോയിസൺ. നമുക്ക് വേണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. മരുന്നല്ല കഴിക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കണം. ഞാൻ ചിലരോട് ആരോഗ്യം സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവരൊന്ന് ചിരിക്കും. ചിരിക്കുമ്പോഴേ അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ മടിയരും പാണ്ഡയുടെ കഥ പറഞ്ഞ ആൾക്കാരാണ്. അവർക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ശരീരത്തെ മെച്ചമാക്കാൻ താല്പര്യമില്ല. അവരതിനെ പിന്നത്തേക്കാക്കും. അവരുടെ വിളിയിലേക്ക് അവർ വരുന്നില്ല. അത് ഭയങ്കര അപകടമാണ്. കർത്താവിൽ ആശ്രയിക്കണം, ബലപ്പെടണം. ഒരു പുതിയ തുടക്കത്തിനായി കർത്താവിൽ ആശ്രയിച്ച് ബലപ്പെട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം ഏറ്റവും നന്നായി ജീവിക്കുവാൻ യേശു കൃപ തരട്ടെ. പ്രാർത്ഥിച്ചാലോ? യേശു കർത്താവേ, ഇന്ന് കേട്ട വചനങ്ങൾ ഈ മക്കളുടെ ജീവിതത്തിൽ വലിയ ഉണർവിനും വലിയ തീരുമാനത്തിനും വലിയ ശക്തിക്കും പാപത്തെ നിസാരമായി കീഴ്പ്പെടുത്തുന്നതിനും കാരണമാകട്ടെ. എത്ര വലിയ ദേഷ്യത്തെയും കൺട്രോൾ ചെയ്യാൻ കഴിയും, എത്ര വലിയ വഴക്കുകളെയും കൺട്രോൾ ചെയ്യാൻ കഴിയും, ഏത് സ്വഭാവത്തെയും അമിതമായ ഭക്ഷണപ്രീതി കൺട്രോൾ ചെയ്യാൻ കഴിയും, ആവശ്യമില്ലാത്ത കോളകളുടെ ഉപയോഗം കൺട്രോൾ ചെയ്യാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ അതിനുള്ള എല്ലാവിധ കൃപകളും ഈ മക്കൾക്കുണ്ടാകട്ടെ. ഈ പ്രഭാതം മുതൽ ഒരു വലിയ തീരുമാനം ഈ മക്കൾക്കുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിയുന്നത് കൊണ്ടാണ് ഇത് നിങ്ങളോട് പറയാൻ എനിക്കൊരു ധൈര്യമുള്ളത്. ഇത് നമ്മൾ ചെയ്യണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മീക ജീവിതം എല്ലാം ജയമായി തീരാൻ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ വർദ്ധിപ്പിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു.
അന്യവസ്ത്രാദി അന്യവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവ്വത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. അന്യവസ്ത്രാദി നന്മകൾ എണ്ണമില്ലാതെ എണ്ണമില്ലാതെ മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവ്വത്തിൽ നിന്നെന്നെ കൺമണി പോലെ Thank you, Lord. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. യേശുവേ, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. യേശുവേ, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ തന്റെ പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ മഹാകൃപ സവചരം അങ്ങേ ഞാൻ സ്തുതിച്ചു. അങ്ങയുടെ മഹാകൃപയ്ക്കായി നന്ദി. നിൻ